രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 19ാമത്തെ ദശകം നോക്കാം. പ്രചേതസ്സുകളുടെ കഥ. 1-ാമത്തെ ശ്ലോകം. പൃഥോസ്തു നപ്താ പൃഥുധർമ്മകർമ്മഢ പ്രാചീനബർഹിർയുവതോ ശതദ്രുതൗ പ്രചേതസോ നാമ സുചേതസസുതാൻ അജീജനത്വത്കരുണാങ്കുരാനിവ. പദം മുറിച്ച് പറയാം. പൃഥോഃ തു നപ്ത പൃഥുധർമ്മകർമ്മഠഃ പ്രാചീനബർഹിഃ യുവതൗ ശതദ്രുതൗ പ്രചേതസഃ നാമ സുചേതസഃ സുതാൻ അജീജനത് ത്വത് കരുണ അങ്കുരാൻ ഇവ. പൃഥോഃ നപ്ത പൃഥുചക്രവർത്തിയുടെ പൗത്രന്റെ പുത്രനും പൃഥുധർമ്മ കർമ്മഠഃ പരമധാർമ്മികനും യാഗാദി കർമ്മങ്ങളിൽ വളരെയേറെ താൽപ്പര്യമുള്ളവനുമായ പ്രാചീന ബർഹിഹി തു പ്രാചീന ബർഹിസാകട്ടെ ശതദ്രുതൗ യുവതൗ ശതദ്രുതി എന്ന പത്നിയിൽ ത്വത് കരുണാങ്കുരാൻ ഇവ. ഭഗവാനെ, അവിടുത്തെ കരുണ തന്നെ മുളച്ചു വന്നിട്ടുള്ളതാണോ എന്ന് തോന്നും വിധത്തിൽ പ്രചേതസഃ നാമ സുചേതസഃ പ്രചേതസ്സുകൾ എന്നു പേരുള്ള ശുദ്ധഹൃദയത്തോടുകൂടിയ സുതാൻ പുത്രന്മാരെ അജീജനത് ജനിപ്പിച്ചു. പൃഥുചക്രവർത്തിയുടെ പൗത്രന്റെ പുത്രൻ എന്ന് പറയുമ്പോൾ പൃഥുചക്രവർത്തിയുടെ പുത്രൻ വിജിതാശ്വൻ, പുത്രന്റെ പുത്രൻ പൗത്രൻ ഹവിർധാനന്റെ പുത്രൻ ബർഹിഷത്ത്. ഈ ബർഹിഷത്ത് മഹാഭക്തനും പ്രജാപരിപാലനത്തിൽ നിഷ്ഠയുള്ളവനും അതുപോലെ തന്നെ യാഗാദി കർമ്മങ്ങളെ പ്രതിപാദിക്കുന്ന കർമ്മകാണ്ഡങ്ങളിലും പ്രാണായാമാദികളെ വിവരിക്കുന്ന യോഗശാസ്ത്രങ്ങളിലും ഒക്കെ തന്നെ വളരെയേറെ ശ്രദ്ധ വച്ചിരുന്നു. ഒരു യാഗം കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെ മറ്റൊരു യാഗം നടത്തും. അങ്ങനെ കിഴക്കോട്ട് അഗ്രമാക്കി വിരിച്ചിരിക്കുന്ന ദർഭകൾ കൊണ്ട് മൂടപ്പെട്ട ഭൂമിയുടെ ഉപരിതലം മുഴുവനും യാഗഭൂമി ആക്കി തീർത്തു. അതുകൊണ്ട് ബർഹിഷത്തിന് പ്രാചീന ബർഹിസ് എന്ന പേര് വന്നു. ഈ പ്രാചീന ബർഹിസ് സമുദ്രപുത്രിയായ ശതദ്രുതിയെ വിവാഹം കഴിച്ചു. ശതദ്രുതി എന്ന ഭാര്യയിലെ പ്രാചീന ബർഹിസിന് 10 പുത്രന്മാരുണ്ടായി. വെൽപ്പത്തൂർ പറയുകയാണ്, ഗുരുവായൂരപ്പ, ഭഗവാന്റെ ആ കാരുണ്യം അത് അങ്ങനെ തന്നെ മുളച്ചു വന്നതാണോ എന്ന് തോന്നും വിധത്തിൽ അത്രയും കാരുണ്യാർദ്രമായ ശുദ്ധഹൃദയത്തോടുകൂടിയവരായിരുന്നു പ്രചേതസ്സുകൾ എന്നു പേരായ ആ പുത്രന്മാര്. ഇനി 2-ാമത്തെ ശ്ലോകം. പിതുഃശുശ്രൂഷാനിരതസ്യ ശാസനാത് ഭവത്തപസ്യാഭിരതാദശാഭിതേ പയോനിധിം പശ്ചിമമേത്യ തത്തടേ സരോവരം സന്തദൃശുർമനോഹരം. പദമുറിച്ച് പറയാം. പിതുഹു ശുശ്രൂഷാനിരതസ്യ ശാസനാത് ഭവത് തപസ്യാഭിരത ദശാഭി തേ പയോനിധിം പശ്ചിമം ഏത്യ തത്തടേ സരോവരം സന്തദൃശുഃ മനോഹരം. ശുശ്രൂഷാനിരതസ്യ സൃഷ്ടിയിൽ തൽപരനായ പിതാവിൻ്റെ ശാസനാത് നിയോഗത്താൽ ഭവത് തപസ്യാഭിരതാഹ അങ്ങയെ തപസ് ചെയ്യുന്നതിൽ തൽപരരായ 10 പേരും പശ്ചിമം പയോനിധിം പടിഞ്ഞാറെ സമുദ്രത്തിൻ്റെ തീരത്ത് എത്തിയപ്പോൾ തത്തടേ അതിൻ്റെ കരയിൽ മനോഹരമായ സരോവരം തടാകത്തെ സന്തദൃശുഃ കണ്ടു. സൃഷ്ടി വർദ്ധിപ്പിക്കണമെന്ന് പിതാവായ പ്രാചീന ബർഹിസിൻ്റെ നിർദ്ദേശപ്രകാരം
സന്താനാഭിവൃദ്ധി ഉണ്ടാവണമെങ്കിൽ ശ്രീഹരി പ്രസാദിക്കണം. അതിന് തപസ്സു തന്നെയാണ് ഉചിതമായ മാർഗം എന്ന് തിരിച്ചറിഞ്ഞ ആ 10 പേരും തപസ് ചെയ്യാനായിട്ട് പറ്റിയ സ്ഥലം അന്വേഷിച്ച് പടിഞ്ഞാറോട്ട് പുറപ്പെട്ടു. യാത്രാമധ്യേ പടിഞ്ഞാറേ കടൽക്കരയിൽ എത്തിയപ്പോൾ അവിടെ വിശേഷപ്പെട്ട ഒരു താമരപ്പൊയ്ക കണ്ടു. ഇനി 3-ാമത്തെ ശ്ലോകം. തഥാ ഭവതീർത്ഥമിദം സമാഗതോ ഭവോ ഭവസേവകദർശനാദൃത പ്രകാശമാസാദ്യ പുര പ്രചേതസാമുപാദിശത് ഭക്തതമസ്തവസ്തവം. പദമുറിച്ച് പറയാം. തഥാ ഭവത് തീർത്ഥം ഇദം, ഭവതീർത്ഥമിദം സമാഗതഃ ഭവഃ ഭവത് സേവക ദർശന ആദൃതഃ പ്രകാശം ആസാദ്യ പുരഃ പ്രചേതസാം ഉപാദിശത് ഭക്തതമഃ തവ സ്തവം. തഥാ ഭവത് സേവക ദർശനാദൃതഃ. ആ സമയത്ത് അവിടുത്തെ ആ ഭക്തന്മാരെ കാണുവാൻ വേണ്ടിയിട്ട് ഭക്തതമഃ ഭവഃ, പരമഭക്തനായ പരമേശ്വരൻ, ഭവത് ഇതഃ തീർത്ഥം, ഭവത് ഇദം തീർത്ഥം സമാഗതഃ, അവിടുത്തെ ഈ തീർത്ഥത്തിലേക്ക് വന്നിട്ട് പ്രചേതസാം പുരഃ, പ്രചേതസ്സുകളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് തവ സ്തവം ഉപാദിശത്, നിന്തിരുവടിയുടെ അങ്ങയുടെ സ്തോത്രം ഉപദേശിച്ചു. ആ താമരപ്പൊയ്ക കണ്ട ആ സമയത്ത് അവിടുത്തെ ആ ഭക്തന്മാരെ കാണുവാനായിട്ട്, പ്രചേതസ്സുക്കളെ കാണാനായിട്ട് പരമഭക്തനായ പരമേശ്വരൻ അവിടുത്തെ ഈ തീർത്ഥത്തിലേക്ക് വന്നിട്ട് പ്രചേതസ്സുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് നിന്തിരുവടിയുടെ സ്തോത്രം, രുദ്രഗീതം ഉപദേശിച്ചു. ഇനി 4-ാമത്തെ ശ്ലോകം. സ്തവം ജപന്തസ്തമമീ ജലാന്തരേ ഭവന്തമാസേ വിശദായുധം സമാം ഭവസുഖാസ്വാദരസാദമേഷ്വിയാൻ ബഭൂവ കാലോ ധ്രുവവന്ന ശീഘ്രത. പദമുറിച്ച് പറയാം. സ്തവം ജപന്തഃ തം അമീ ജലാന്തരേ ഭവന്തം ആസേവിഷത അയുധം, ഭവന്തം ആസേവിഷദായുധം സമാഹ ഭവസുഖാസ്വാദ, ഭവത് സുഖാസ്വാദ രസാദ് അമീഷു ഇയാൻ, ഭവസുഖാസ്വാദ രസാദമീഷ്വിയാൻ ബഭൂവ കാലഃ ധ്രുവവത് ന ശീഘ്രത. അമീ തം സ്തവം ജപന്തഃ, ഈ പ്രചേതസ്സുകൾ ഈ സ്തോത്രം ജപിച്ചുകൊണ്ട് ജലാന്തരെ അയുധം സമാഹ, ജലാന്തർഭാഗത്ത് 10,000-ഓളം സംവത്സരം ഭവന്തം അവിടുത്തെ ആസേവിഷത തപസ്സു ചെയ്തു. ഭവത് അവിടുത്തെ സുഖാസ്വാദരസാത് ആനന്ദസ്വരൂപനായ അവിടുത്തെ മനസ്സുകൊണ്ട് ആസ്വദിച്ച് ഭഗവാനെ അനുഭവിച്ചറിഞ്ഞ് ആനന്ദിക്കാനുള്ള താല്പര്യം കൊണ്ട് അമീഷു ഇയാൻ കാലഹ ബഭുവ, ആ പ്രചേതസ്സുകളുടെ കുറേ കാലം അങ്ങനെ കടന്നുപോയി. ധ്രുവവത് ശീഘ്രത ന, ധ്രുവനെ പോലെ പെട്ടെന്ന് ഉണ്ടായില്ല. ധ്രുവനെ പോലെ പെട്ടെന്ന് ഭഗവാനെ കാണാൻ സാധിച്ചില്ല എന്നർത്ഥം. അപ്പോൾ ധ്രുവൻ്റെ തപസ് തുടങ്ങി 6 മാസമായപ്പോഴേക്കും ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ പ്രചേതസ്സുകൾ 10,000 കൊല്ലത്തോളം ഭഗവാനെ ഭജിച്ചു. ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുമ്പോഴുണ്ടാകുന്ന അശാന്തിയും സമാധാനവും അതുകൊണ്ടുണ്ടാകുന്ന ആനന്ദവും കുറേ കാലം കൂടി അനുഭവിക്കണം എന്ന താല്പര്യം കൊണ്ട് മാത്രമാണ് ധ്രുവനെ പോലെ അവർക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ധ്രുവനെ പോലെ തപോബലം സിദ്ധിക്കാൻ കാലതാമസമുണ്ടായത് എന്ന് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ പറയുന്നു. ഇനി 5-ാമത്തെ ശ്ലോകം. തപോഭിരേഷാമതിമാത്രവർദ്ധിഭി സയജ്ഞഹിംസാ നിരതോഭിപാവിത പിതാഭി തേഷാം
ഗൃഹയാത നാരദ പ്രദർശിതാത്മാ ഭവതാത്മതാം യയൗ. പദമുറിച്ച് പറയാം. തപോഭിഃ യേഷാം അതിമാത്രവർദ്ധിഭിഃ സ യജ്ഞഹിംസാനിരതഃ അഭി പാവിതഃ പിതാ അഭി തേഷാം ഗൃഹയാത നാരദ പ്രദർശിതാത്മാ ഭവത് ആത്മതാം യയൗ. യേഷാം അതിമാത്രവർദ്ധിഭിഃ ഇവരുടെ ഈ പ്രചേതസ്സുകളുടെ അതിമാത്രവർദ്ധിഭിഃ ക്രമത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന തപസ്സുകൊണ്ട് യജ്ഞഹിംസാനിരതഃ അഭി യാഗം ചെയ്യുന്ന സമയത്ത് മൃഗഹിംസ ചെയ്യുന്നതിൽ നിരതഃ അഭി തത്പരനായിരുന്നു എങ്കിലും സഹ തേഷാം പിതാ അഭി അവരുടെ പിതാവായ പ്രചേതസ്സുകളുടെ പിതാവായ പ്രാചീന ബർഹിസ് കൂടിയും ആ പിതാവ് ആയ പ്രാചീന ബർഹിസും പരിശുദ്ധനാക്കപ്പെട്ടു എന്ന് പറയാണ്. ഗൃഹയാത നാരദ ഗൃഹത്തിൽ വന്ന നാരദ മഹർഷി പ്രദർശിതാത്മാ ഭവതാത്മതാം ഉപദേശിച്ചതിൻ്റെ ഫലമായിട്ട് ഭവതാത്മതാം അവിടുത്തെ സാരൂപ്യം യയോ പ്രാപിക്കുകയും ചെയ്തു. ഈ പ്രചേതസ്സുകളുടെ തപസ്സുകൊണ്ട് പിതാവായ പ്രാചീന ബർഹിസ് കൂടി പരിശുദ്ധമാക്കപ്പെട്ടു എന്ന് പറയാണ്. അപ്പോൾ ഈ ശ്ലോകത്തിൽ പ്രാചീന ബർഹിസ് ഒരു യാഗം കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെ മറ്റൊരു യാഗം നടത്തും. അപ്പോൾ അങ്ങനെ ധാരാളം യാഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ യാഗങ്ങളിലെല്ലാം ധാരാളം മൃഗങ്ങളെ ഹിംസിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ അതുകൊണ്ട് പാപകർമ്മങ്ങളുടെ ഫലവും സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു. പ്രചേതസ്സുകളുടെ തപസ്സിൻ്റെ ശക്തി കൊണ്ട് പിതാവായ പ്രാചീന ബർഹിസിൻ്റെ പാപങ്ങൾ പോലും ഇല്ലാതായി എന്ന് പറയാണ്. ആ സമയത്ത് നാരദൻ ഗൃഹത്തിലേക്ക് വരികയും ആത്മജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം പ്രാചീന ബർഹിസ് ഭഗവത് സാരൂപ്യത്തെ പ്രാപിച്ചു. ഇനി 6ാമത്തെ ശ്ലോകം. കൃപാബലേനൈവ പുരപ്രചേതസാം പ്രകാശമാകാ പദകേന്ദ്രവാഹന വിരാജിചക്രാദിവരായുധാം ഭുജാഭിരഷ്ടാഭിരുതഞ്ചിതദ്യുതി. പദമുറിച്ച് പറയാം. കൃപാബലേന ഏവ പുരഃ പ്രചേതസാം പ്രകാശം ആഗാഹ പദകേന്ദ്രവാഹനഃ വിരാജി ചക്ര ആദി വരായുധാംശുഭിഃ ഭുജാഭിഃ അഷ്ടാഭിഃ ഉദഞ്ചിത ദ്യുതിഃ. കൃപാബലേന ഏവ ഭഗവത് കാരുണ്യത്തിൻ്റെ ശക്തി കൊണ്ട് തന്നെ പ്രചേതസാം പുരഃ പ്രചേതസ്സുകളുടെ മുമ്പിൽ പദകേന്ദ്രവാഹനഃ ഗരുഡാരൂഢനായിട്ട് വിരാജി ചക്രാദി വരായുധ അംശുഭിഃ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ശംഖ് ചക്ര ഗദ പത്മാദികൾ അഷ്ടാഭിഃ ഭുജാഭിഃ ഉദഞ്ചിത ദ്യുതിഃ 8 കൈകളെ കൊണ്ട് വർദ്ധിച്ച ശോഭയോടുകൂടിയിട്ട് പ്രകാശം ആകാഹ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. കൃപാബലേന ഏവ കൃപ കൊണ്ട് മാത്രം എന്ന് പറയുമ്പോൾ പ്രചേതസ്സുകൾക്ക് ഭഗവാൻ പ്രത്യക്ഷമാകണം എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഭഗവാനെ സ്മരിച്ചു കൊണ്ട് ആ ഭഗവാനെ അങ്ങനെ ഭജിച്ചുകൊണ്ട് ആ അളവില്ലാത്ത ആനന്ദത്തോടുകൂടി അങ്ങനെ ഇരിക്കാനായിരുന്നു പ്രചേതസ്സുകൾ ആഗ്രഹിച്ചത്. എന്നാൽ കരുണാസാഗരമായ ഗുരുവായൂരപ്പൻ വർദ്ധിച്ച കാരുണ്യം കൊണ്ട് ഗരുഡാരൂഢനായിട്ട് സ്വയം പ്രചേതസ്സുകളുടെ മുമ്പിൽ ശംഖചക്രഗദാധാരിയായിട്ടും അതുപോലെ 8 തൃക്കൈകളോടുകൂടിയിട്ടും മിന്നിത്തിളങ്ങുന്ന ആഭരണാദികളുടെയും അലങ്കാരങ്ങളുടെയും ഒക്കെ ആ വർദ്ധിച്ച ശോഭയോടുകൂടിയിട്ട് സൗന്ദര്യോത്തരതോപി സുന്ദരതരം അല്ലേ, അങ്ങനെ ഭഗവാൻ ആ പ്രചേതസ്സുകളുടെ മുമ്പിൽ സ്വയം പ്രത്യക്ഷപ്പെടുകയാണ് ഉണ്ടായത് എന്ന് മേൽപ്പത്തൂര് പറയാണ്. ഇനി 7ാമത്തെ ശ്ലോകം. പ്രചേതസാം താവദയാജതാമഭി ത്വമേവ കാരുണ്യഭരാദ്വരാനതാം ഭവദ്വിചിന്താഭി ശിവായ ദേഹിനാം ഭവത്വസൗ രുദ്രനുദിശ്ച കാമദ. പദമുറിച്ച് പറയാം. പ്രചേതസാം
താവത് അയാചതാം അഭി ത്വം ഏവ കാരുണ്യഭരാത് വരാൻ അതാഹ ഭവത് വിചിന്താ അഭി ഭവദ്വിചിന്താഭി ശിവായ ദേഹിനാം ഭവതു അസൗ ഭവത്വസൗ രുദ്രനുദിശ്ച കാമത. താവത് പ്രചേതസാം അയാചതാം അഭി. ഭഗവാൻ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പ്രചേതസ്സുകൾ ഒന്നും ചോദിച്ചില്ലെങ്കിലും ത്വം ഏവ അവിടുന്ന് തന്നെ കാരുണ്യഭരാത് വർദ്ധിച്ച കാരുണ്യം കൊണ്ട് വരാൻ അതാഹ വരങ്ങളെ കൊടുത്തു. ഭവത് വിചിന്ത അഭി നിങ്ങളുടെ ചിന്ത പോലും ദേഹികൾക്ക് ജനങ്ങളുടെ ശിവായ ശ്രേയസ്സിനായിക്കൊണ്ട് മംഗളത്തിനായിക്കൊണ്ട് ഭവിക്കട്ടെ. അസൗ രുദ്രനുദിഹി ച ഈ രുദ്രഗീതവും കാമത സർവ ആഗ്രഹങ്ങളും സാധിക്കുന്നതിനായിട്ട് ഭവിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ പ്രചേതസ്സുകളുടെ മുൻപിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പ്രചേതസ്സുകൾ ഒന്നും തന്നെ ചോദിച്ചില്ല. അനഭ്യർത്ഥിതാനഭി അർത്ഥാൻ കാമാൻ അജസ്രമിതരസി എന്ന് മേൽപ്പത്തൂര് തന്നെ 1-ാമത്തെ ദശകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ചോദിക്കാത്തവർക്ക് പോലും അവരുടെ ആഗ്രഹങ്ങളെ അറിഞ്ഞ് സാധിപ്പിച്ചു കൊടുക്കുന്ന ആളാണ് ഭഗവാൻ. അപ്പോൾ ഒന്നും ചോദിക്കാതെ തന്നെ പ്രചേതസ്സുകൾക്ക് നിങ്ങളെ സ്മരിക്കുമ്പോൾ പോലും സ്മരിക്കുന്ന ജനങ്ങൾക്ക് ശ്രേയസ്സുണ്ടാകട്ടെ. അതുപോലെ തന്നെ ഈ രുദ്രഗീതവും നിങ്ങൾക്ക് സർവ അഭീഷ്ടങ്ങളെയും സാധിപ്പിച്ചു തരുന്നതാകട്ടെ എന്നിങ്ങനെ 2 വരങ്ങളെ കൊടുക്കുകയാണ്. ഇനി 8-ാമത്തെ ശ്ലോകം. അവാപ്യകാന്താം തനയാം മഹീരുഹാം തയാരമധ്വം ദശലക്ഷവത്സരീം സുതോസ്തു ദക്ഷോ നനു തക്ഷണാച്ച മാം പ്രയാസ്യധേതി ന്യഗതോ മുദൈവതാൻ. പദമുറിച്ച് പറയാം. അവാപ്യ കാന്താം തനയാം മഹീരുഹാം തയാ രമധ്വം ദശലക്ഷവത്സരീം സുതോസ്തു ദക്ഷഃ നനു തത് ക്ഷണാത് ച തക്ഷണാച്ച മാം പ്രയാസ്യധേതി ന്യഗതഃ മുദൈവ താൻ. മഹീരുഹാം തനയാം കാന്താം അവാപ്യ വൃക്ഷങ്ങളുടെ പുത്രിയെ കാന്തയായി ലഭിച്ചിട്ട് തയാ ദശലക്ഷവത്സരീം അവളോടുകൂടി 10 ലക്ഷം സംവത്സരം രമധ്വം നിങ്ങൾ രമിച്ചുകൊള്ളുക. ദക്ഷഃ സുതഃ അസ്തു ദക്ഷൻ എന്ന ഒരു പുത്രൻ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. തക്ഷണാത് ഉടനെ തന്നെ നനു മാം പ്രയാസ്യത എന്നെ പ്രാപിക്കുകയും ചെയ്യും. ഇതി മുദാ ഏവ എന്ന് സന്തോഷത്തോടുകൂടി തന്നെ താൻ അവരോട് ന്യഗതഃ ഭഗവാൻ അരുളി ചെയ്തു. അപ്പോൾ വൃക്ഷങ്ങളുടെ പുത്രിയെ ഭാര്യയായി ലഭിച്ചിട്ട് അവളോടുകൂടി 10 ലക്ഷം വർഷം നിങ്ങൾ രമിച്ചുകൊള്ളുക. അതുപോലെ തന്നെ ദക്ഷൻ എന്ന ഒരു പുത്രൻ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. അതിനുശേഷം പെട്ടെന്ന് തന്നെ എന്നെ പ്രാപിക്കുകയും ചെയ്യും എന്ന് വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഭഗവാൻ അവരോട് അരുളി ചെയ്തു. അടുത്തത് 9-ാമത്തെ ശ്ലോകം. തതശ്ച തേ ഭൂതലരോധിനസ്തരൂൻ ക്രുധാദഹന്തോ ദ്രുഹിണേന വാരിതാം ദ്രുമൈശ്ച ദത്താം തനയാമവാപ്യതാം ത്വദുക്തകാലം സുഖിനോഭിരേമിരേ. പദമുറിച്ച് പറയാം. തതശ്ച തേ ഭൂതലരോധിനസ്തരൂൻ ക്രുധാ ദഹന്തഃ ദ്രുഹിണേന വാരിതാഃ ദ്രുമൈശ്ച ദത്താം തനയാം അവാപ്യ താം ത്വദുക്തകാലം സുഖിനോഭിരേമിരേ. തതഃ ച തേ ഭൂതലരോധിനഃ അതിനുശേഷം ആ പ്രചേതസ്സുകൾ തരൂൻ ക്രുധാ ദഹന്തഃ ക്രോധിച്ച്
വൃക്ഷങ്ങളെയെല്ലാം ദഹിപ്പിക്കുന്ന പ്രചേതസ്സുകളെ ദ്രുഹിണേന വാരിതാഹ, ബ്രഹ്മാവിനാൽ തടയപ്പെട്ടപ്പോൾ ദ്രുമൈഹി ദത്താം, മരങ്ങളാൽ കൊടുക്കപ്പെട്ട താം തനയാം, ആ മകളെ അവാപ്യ നേടിയിട്ട് ത്വത് ഉക്തകാലം, ഭഗവാൻ പറഞ്ഞ അത്രയും കാലം അഭിരേമിരേച്ച, സുഖമായിട്ട് ജീവിക്കുകയും ചെയ്തു. അപ്പോൾ പ്രചേതസ്സുകൾക്ക് വരം കൊടുത്ത് ഭഗവാൻ മറഞ്ഞതിന് ശേഷം പ്രചേതസ്സുകൾ സമുദ്ര അന്തർഭാഗത്ത് നിന്ന് പുറത്തു വന്നിട്ട് നോക്കിയപ്പോൾ ഭൂമി മുഴുവനും വൃക്ഷങ്ങൾ കൊണ്ട് മൂടിയിരിക്കുന്നതായിട്ടാണ് കണ്ടത്. അവർ വൃക്ഷങ്ങൾക്ക് നേരെ കോപിച്ചു. ഇത്രയും കാലം തപസ് ചെയ്തിട്ടും കോപം പോയിട്ടില്ല എന്നർത്ഥം. ആ ക്രോധം അവരുടെ ഉള്ളിൽ നിന്ന് തീയിൻ്റെയും കാറ്റിൻ്റെയും രൂപത്തിൽ പുറത്തു വന്നിട്ട് വൃക്ഷലതാദികളെയെല്ലാം ദഹിപ്പിച്ചു. അവശേഷിച്ച വൃക്ഷങ്ങൾ ഇത് കണ്ട് ഭയന്ന് അവരുടെ പുത്രിയെ പ്രചേതസ്സുകൾക്ക് കൊടുത്തു. അങ്ങനെ വൃക്ഷപുത്രിയായ മാരിഷയെ പ്രചേതസ്സുകൾ വിവാഹം കഴിച്ചു. ചാക്ഷുഷ മന്വന്തരത്തിൽ ഈശ്വരപ്രേരിതനായിട്ട് പ്രജകളെ സൃഷ്ടിച്ച ദക്ഷൻ ഈ മാരിഷയിലാണ് ജനിച്ചത്. അടുത്തത് 10ാമത്തെ ശ്ലോകം. അവാപ്യ ദക്ഷം ച സുതം കൃതാധ്വരാഃ പ്രചേതസോ നാരദലബ്ധയാ ധിയാം അവാപുരാനന്ദപദം തഥാവിധസ്ത്വമീശ വാതാലയനാഥ പാഹി മാം. പദം മുറിച്ച് പറയാം. അവാപ്യ ദക്ഷം ച സുതം കൃതാധ്വരാഃ പ്രചേതസഃ നാരദലബ്ധയാ ധിയാ അവാബുഃ ആനന്ദപദം തഥാവിധഃ ത്വം ഈശ വാതാലയനാഥ പാഹി മാം. പ്രചേതസഃ ദക്ഷം സുതം അവാപ്യ, പ്രചേതസ്സുകൾ ദക്ഷനെന്ന പുത്രനെ നേടിയിട്ട് കൃത അധ്വരാഹ, യാഗങ്ങൾ ചെയ്തിട്ട് നാരദലബ്ധയ, നാരദനിൽ നിന്ന് കിട്ടിയ ധിയ, വിജ്ഞാനത്താൽ അറിവിനാൽ ആനന്ദപദം, ആനന്ദപദമായ മോക്ഷത്തെ അവാബുഹു ച പ്രാപിക്കുകയും ചെയ്തു. ഈശ ഗുരുവായൂരപ്പ, വാതാലയേശ വാതാലയനാഥ ഗുരുവായൂരപ്പ, തഥാവിധ അപ്രകാരമൊക്കെയുള്ള ത്വം അവിടുന്ന് മാം പാഹി എന്നെ രക്ഷിക്കണേ. അപ്പോൾ ദക്ഷൻ എന്ന പുത്രനെ ലഭിച്ചതിന് ശേഷം 1000 സംവത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രചേതസ്സുകളുടെ മനസ്സിൽ വിരക്തി ഉണ്ടാവുകയാണ്. അപ്പോൾ 1000 സംവത്സരങ്ങൾ കഴിഞ്ഞ ഉടനെ എന്നെ പ്രാപിക്കാം എന്ന് ഭഗവാൻ നേരത്തെ പറഞ്ഞത് അവർക്ക് ആ സമയത്ത് ഓർമ്മ വന്നു. അങ്ങനെ പുത്രനായ ദക്ഷനെ ആ ഭാര്യയെ ഏൽപ്പിച്ചിട്ട് പടിഞ്ഞാറ് ദിക്കിലുള്ള സമുദ്രതീരത്തെ പ്രാപിച്ചു. ബഹുകാലം അവിടെ ഇരുന്ന് തപസ് ചെയ്തു. ആ സമയത്ത് നാരദ മഹർഷി അവിടെ എത്തുകയാണ്. നാരദനിൽ നിന്ന് ആത്മജ്ഞാനത്തെ നേടിയിട്ട് ഹരിപാദത്തെ തന്നെ നിരന്തരം ധ്യാനിച്ചുകൊണ്ട് അവർ വിഷ്ണുപദത്തിൽ എത്തിച്ചേർന്നു. അപ്രകാരമുള്ള ഭഗവാനെ എന്നെ രക്ഷിക്കണേ എന്ന മേൽപ്പത്തൂരിൻ്റെ പ്രാർത്ഥനയോടെ 19ാമത്തെ ദശകം ഉപസംഹരിക്കുകയാണ്. ഹരേ കൃഷ്ണ.